നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റീൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്റ്റീലിൽ ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മളൊരു സ്റ്റീൽ ബാർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബ്രാൻഡ് നെയിമും അതേപോലെ തന്നെ മാർക്കിങ്സും പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ടാറ്റയുടെ കമ്പിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ക്ലിയർ ആയിട്ട് അതിൻ്റെ ബ്രാൻഡ് നെയിം ടാറ്റ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ FE500 എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന കമ്പിയുടെ സ്ട്രെങ്ത് എന്താണോ അതനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ISI മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്നും കൂടെ ഉറപ്പ് വരുത്തണം. ഈ 3 കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ബ്ലറായിട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു സ്റ്റീൽ ഡ്യൂപ്ലിക്കേറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. അതേപോലെ തന്നെ ഒരു സ്റ്റീൽ ബാറിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് അത് ഒന്ന് ബെൻഡ് ചെയ്ത് നോക്കുക. ഒരു 45 to 90 ഡിഗ്രിയിൽ നമ്മളൊന്ന് ബെൻഡ് ചെയ്യുന്ന സമയത്ത് അത് സ്മൂത്ത് ആയിട്ട് ബെൻഡ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ്. അറ്റ് ദ സെയിം ടൈം അത് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ സ്റ്റീലിന് ക്വാളിറ്റി കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ വേറൊരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബാർ ബെൻഡിങ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് മാത്രം ഈ ബെൻഡ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്.